ഇന്ന് ഇതളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതളപ്പം, അടുക്ക് പത്തൽ, അതുപോലെ കിണ്ണത്തപ്പം, ഇങ്ങനെ കുറേ പേരുണ്ട് ഇതിന്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കുകയും ചെയ്യാം. കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ അപ്പമാണ്. സ്പെഷ്യലായിട്ട് ഉണ്ടാകുന്ന പ്രോഗ്രാം, അതുപോലെ പാർട്ടിക്കൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ കല്യാണം കഴിഞ്ഞപ്പോൾ ആടുള്ള പുതിയാപ്പിളൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ജീരകശാല റൈസില്ലേ, നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന ആ ചെറിയ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. തേങ്ങാപ്പാലിലാണ് ഇത് അരക്കൽ. പക്ഷേ കുറച്ചുകൂടി ഈസി ആയിട്ട്, അതായത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ കാരണം ജീരകശാല റൈസൊന്നും എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ പച്ചരി, എപ്പോഴും കിട്ടുന്ന പച്ചരിയില്ലേ നമ്മുടെ ദോശൻ്റെ അരി, അത് വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുക. അതുപോലെ കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ എടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഇതിനില്ല. അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടുക്ക് പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പച്ചരിയും 1/2 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. ജീരകശാല റൈസ് ഒട്ടും നിർബന്ധമില്ലേ. പിന്നെ ഞാൻ ആ ജീരകശാല റൈസിന് നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവർ അല്ലേ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടി മാത്രം ചേർത്തതാണ്. അല്ലെങ്കിൽ പച്ചരി മാത്രം വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ 1.5 കപ്പ് പച്ചരി തന്നെ നിങ്ങൾക്ക് എടുക്കുക. അല്ലെങ്കിൽ ഞാൻ എടുത്ത പോലെ 1 കപ്പ് പച്ചരി, 1/2 കപ്പ് ജീരകശാല റൈസ് കൊടുക്കുക. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 2 മണിക്കൂർ കുതിരാൻ വെക്കുക. അങ്ങനെ കുതിർന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതളപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. ശരിക്കും തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് അരി കുതിർത്ത് അത് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ, പിന്നെ 1 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 1 അല്ലി ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ 1 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 മുട്ട മതിയാവും. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകമില്ലേ, അതാണ് ചേർത്ത് കൊടുത്തത്. പെരുംജീരകത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയ പീസ് ഉള്ളി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല ലൂസായിട്ട് അരച്ചെടുക്കണം. ഒട്ടും കട്ടി പാടില്ലേ. നല്ല തിന്നായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരെ ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. കട്ടിയില്ലാതെ നല്ല ലൂസായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി നമുക്കിത് അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലുള്ളൊരു സ്റ്റീൽ പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 വലിയ സ്പൂണ് നിറച്ചും ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒരു വലിയ സ്പൂൺ നിറച്ചും പിന്നെ അതുപോലെ അതിൻ്റെ ഹാഫും, അപ്പോൾ 1.5 സ്പൂണ് ഒക്കെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെക്കാം. ഈ ഒരു ടൈമിൽ ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലിൽ 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഈ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെച്ചാൽ ഈ ചൂട് കൊണ്ട് ഗീ ഇതിൻ്റെ കൂടെ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും. അപ്പോൾ ഈ സൈഡിൽ തന്നെ വെക്കുക. ഈ സ്റ്റീമറിൻ്റെ സൈഡിൽ തന്നെ വെച്ചാൽ മതി. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ അപ്പം കണ്ടില്ലേ, ഫസ്റ്റ് ലെയർ കുക്കായിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ കോക്കനട്ട് ഗീ മിക്സില്ലേ, അത് 1 സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗീ അധികം വേണ്ടി വരില്ല. ഇല്ലെങ്കിൽ ഒരുപാട് ഗീ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഓരോ ലെയറും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ ലെയറും നല്ലതുപോലെ ഗീ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഗീയും കോക്കനട്ടും മിൽക്കും മിക്സ് ആക്കിയിട്ട് ഒഴിക്കുമ്പോൾ നമുക്ക് അത്രയും വേണ്ടി വരില്ല. അപ്പോൾ അടുത്തത് 2ാമത്തെ ലെയർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ഗീ മിക്സിലെ ഗീ കോക്കനട്ട് മിൽക്ക് മിക്സ് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 3ാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കാം. ഈ വലിയ സ്പൂണിന് 1.5 സ്പൂൺ തന്നെ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. 5 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ലെയർ നല്ലതുപോലെ ആയിട്ടുണ്ട്, 3ാമത്തെ ലെയറും. അപ്പോൾ കുറച്ചുകൂടി കോക്കനട്ട് മിൽക്കും ഗീ മിക്സും ഒഴിച്ചു കൊടുക്കുക. കുറച്ച് 1 സ്പൂണ് ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഒരു 4 ലെയറിൻ്റെയാണ് ആക്കുന്നത്. ഇത് ശരിക്കും 8 ലെയറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ലെയറിൻ്റെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ 4ാമത്തെ ലെയറും നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നാലാമത്തെ ലെയറിൻ്റെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെക്കണം. ഫുള്ളായിട്ടൊന്ന് നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയാണ്. ഇതിവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇത് പുറത്തെടുക്കാവൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് തണുക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് തണുത്താൽ മതി. ഇനി അടുത്ത ഞാനൊരു ഗ്ലാസ് ബോളിലേക്കാണ് ഈ ബാറ്റർ ഒഴിക്കുന്നത്. അതായത് നമ്മുടെ ഓവൻ പ്രൂഫ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ബോളില്ലേ, അതിലാണ്. നന്നായിട്ട് ഗീ പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ മറ്റേ സെയിം പ്രൊസീജിയർ തന്നെ മറ്റേത് ചെയ്ത പോലെ തന്നെ 1.5 വലിയ സ്പൂൺ നിറച്ച് ഒഴിച്ചു കൊടുക്കുക ഫസ്റ്റ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കോക്കനട്ട് മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും അങ്ങനെ ഒരു 4 ലെയർ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് മാത്രമേ നമുക്ക് പുറത്തെടുക്കാവൂ. കാരണം ചൂടോട് കൂടി ആകുമ്പോൾ ഇത് ഇളകി വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. കൈകൊണ്ടിങ്ങനെ ആക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. പിന്നെ കഴിക്കാനും ഇത് ചൂടാറിയിട്ട് കഴിക്കാൻ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്. നല്ല ഇളകി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണിത്. അപ്പോൾ നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചതും കണ്ടില്ലേ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചേരേ. ഈ ഒരു അടുക്ക് പത്തിൽ നിങ്ങൾക്ക് ഏത് നോൺ വെജ് കറിയുടെ കൂടിയും സെർവ് ചെയ്യാം. അതായത് ഫിഷ് കറിയൊക്കെ ആണെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഫിഷ് കറിയുടെ കൂടിയൊക്കെ സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ കറി, ഏത് കറിയുടെ കൂടി ഇത് പോകും. സ്റ്റീം ചെയ്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ്സും, നല്ല കഴിക്കാൻ നല്ല വായിലിട്ട് പോകുമ്പോൾ നല്ല അലിഞ്ഞു പോകുന്ന പോലെ ഒരു ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും, ഓരോ ലെയറായിട്ട് തന്നെ ഇത് കിട്ടുന്നുണ്ട്. എപ്പോഴും ഒരേ സ്റ്റൈലിൽ തന്നെ ചപ്പാത്തി, പത്തിരി അതുപോലെ ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഉള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പ്ലെയിനായിട്ട് തേങ്ങയുടെ കൂടെ മാത്രം ചേർത്തിട്ട് അരച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്നിവിടെ ചെമ്മീൻ കറിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്തത്. നല്ലൊരു കോമ്പിനേഷനാണ് ചെമ്മീൻ കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.